കിഴൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കഴിഞ്ഞ എല്ലാ വർഷങ്ങളെയും പോലെ തന്നെ ഈ വർഷവും അതിവിപുലമായി തന്നെ ആഘോഷിക്കുകയാണ്. ഈ വർഷം 4 ദിവസത്തെ പരിപാടികൾ കൂടി 1-ാം തീയതി മുതൽ തുടങ്ങുകയാണ് ആഘോഷ പരിപാടികൾ. 1-ാം തീയതി ഗാനമേള, 2-ാം തീയതി നാടകം, 3-ാം തീയതി നാടകം, 4-ാം തീയതി ഒരു ദിവസത്തിനന്ന് ഗാനമേള എന്നീ ആഘോഷ പരിപാടികൾ കൂടി തന്നെയാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ 31 പൂരാഘോഷ കമ്മിറ്റികളായിട്ടുള്ള എഴുന്നള്ളിപ്പ്, 31ഓളം ഗജവീരന്മാർ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ പേര് കേട്ട എല്ലാ ഗജവീരന്മാരും ഉത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4-5 തെയ്യ കമ്മിറ്റികൾ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ 37 കമ്മിറ്റികളോട് കൂടിയിട്ടാണ് ഈ വർഷത്തെ ഉത്സവം നടക്കുന്നത്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ രാവിലെ 5 മണിക്ക് ശ്രീ കരകന്നൂർ വടക്കേത്ത് നാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തുടങ്ങും. രാവിലെ പ്രത്യേക പൂജകൾ, അതിനുശേഷം നിർമ്മാല്യം, പിന്നെ അത് കഴിഞ്ഞാൽ 12 മണിക്ക് ദേവസ്വംപുരം എഴുന്നള്ളിക്കും. 3:30 അവസാനിച്ച് വരപൂരങ്ങൾ തുടങ്ങും. അത് നമ്മൾ പോസ്റ്റ് നമ്പർ കൊടുക്കും. അതായത് ആനകൾ കയറി വരുന്ന 2 വഴികളുണ്ട്. ഒന്ന് നമ്മുടെ മിൽ ബോർഡിന് വരുന്ന വഴിയും പൈശ്ശേരിയുടെ കയറി വഴി കൂടെയാണ് എല്ലാ ആഘോഷങ്ങളും വരുന്നത്. ആ വഴിയിലത്തെ പോസ്റ്റിന്റെ നമ്പർ വെച്ചിട്ട് നമ്മൾ കൊടുക്കും. ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന പോസ്റ്റിൽ ഞാന്ന് നിൽക്കുന്ന മരങ്ങൾ അപകടകരമായ കാരണം തടമൊക്കെ വെച്ച് കൊടൊക്കെ പിടിച്ചിരുന്ന അപകടകരമായ രീതിയിൽ നിൽക്കുന്നുണ്ട്. അത് വെട്ടി ഉത്സവം നടത്തി ഇപ്പൊ ഭംഗിയാക്കി തരാൻ വേണ്ടി സഹകരിക്കണം എന്ന് അവിടെ കൊടുക്കാറുണ്ട്. എല്ലാ വർഷം ചെയ്യാറുണ്ട്. പക്ഷെ ഈ വർഷം ഇതുവരെ വന്നിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. വിളിക്കുമ്പോൾ വരാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു പ്രാവശ്യം നേരിട്ട് പോയി പറഞ്ഞു, 2 വട്ടം ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതെന്ന് വെച്ചാൽ ഈ കമ്പിയുടെ മുകളിൽ ചെയ്യണതാണ്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ കേസ് നിലവിലെ ആ ഉത്സവം കഴിഞ്ഞ സമയത്ത് നമ്മുടെ കുന്നംകുളം കോടതിയിൽ ഫോറസ്റ്റിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം അത് എന്താണെന്നുള്ളത് പിന്നെ അതിനെ കുറിച്ചൊന്നും ഇതുണ്ടായിട്ടില്ല. അത് കോടതി വിധി വന്നതിന് ശേഷം അത് തള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരെയും സഹകരണം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലത്. അതായത് അതെന്ന് വെച്ചാൽ ആ സമയത്ത് കിഴൂർ പൂരാണ് തുടക്കത്തിൽ വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സംഭവം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വരുന്ന പൂരങ്ങൾക്കെല്ലാം അത് പ്രശ്നമായിട്ട് പറയും. കാരണം കുന്നോളം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പൂരം നടക്കുന്നത്. അപ്പൊ നമ്മളത് അതേപോലെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിന്റെ ചട്ടം പിടിച്ചിട്ടാണ് എല്ലാം പോവുക. അപ്പൊ നമ്മളത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സംരംഭം തന്നെ ആചരണം ഇല്ലാതെ ആവില്ലേ. അപ്പോ ഉത്സവം ഭംഗിയാക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണം. അവിടെ എല്ലാവരും ഉണ്ടാവണം. ശരിക്കാണ് നേരത്തെ കൂട്ടി എത്തുക. IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. കുന്നംകുളം കീഴൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡ് മോഷണം പോയതായി പരാതി. കുന്നംകുളം നഗരസഭയിലെ 3-ാം വാർഡിലേക്ക് കുടാ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ബബീഷിന്റെ 6x4 അളവിലുള്ള ഫ്ലെക്സ് ബോർഡാണ് മോഷണം പോയത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരത്തിൽ കെട്ടിയതായിരുന്നു ഫ്ലെക്സ് ബോർഡ്. തുടർന്ന് അടുത്ത ദിവസമാണ് ഫ്ലെക്സ് ബോർഡ് കാണാതായത്. സംഭവത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരാണെന്ന് ബബീഷ് ആരോപിച്ചു. ഫ്ലെക്സ് ബോർഡ് മോഷ്ടിച്ചു കൊണ്ടുപോയ സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരഞ്ഞെടുപ്പും കീഴൂർ പൂരവും വരാനിരിക്കെ മേഖലയിൽ ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ബബീഷ് ആവശ്യപ്പെട്ടു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിൽ പാതയോരത്തെ കാനയിലേക്ക് ശുചിമുറി മാലിന്യം തള്ളുന്നതായി പരാതി.
പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ നോർത്തിൽ തടത്തിലാണ് റോഡരികിലെ കാനയിലേക്ക് രാത്രിയുടെ മറവിൽ വ്യാപകമായി ഒഴുക്കിവിട്ടിരിക്കുന്നത്. കാനയിലൂടെ ഒലിച്ചെത്തുന്ന മാലിന്യം ആചാര്യത്തോട് വഴി കൃഷിയിടത്തിലേക്കും എത്തുന്നതായി പറയുന്നു. മേഖലയിൽ CCTV ക്യാമറകളില്ലാത്തത് മാലിന്യം തള്ളുന്നവർക്ക് സൗകര്യമാണ്. സംസ്ഥാന പാതയിൽ കാവല്ലൂർ റോഡരികിലെ പാടശേഖരത്തിലായിരുന്നു വ്യാപകമായി ശുചിമുറി മാലിന്യം തള്ളിയിരുന്നത്. ഇവിടെ പഞ്ചായത്ത് ക്യാമറ സ്ഥാപിച്ചതോടെയാണ് ബൈപ്പാസിലെ വിജനമായ തടത്തിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്നത്. കടവല്ലൂരിലെ പോലെ ഇവിടെയും ക്യാമറ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ പിടികൂടണമെന്നും പഞ്ചായത്ത് സ്ഥാപിച്ച നിറഞ്ഞു കവിഞ്ഞ വേസ്റ്റ് ബിൻ സമയാസമയങ്ങളിൽ ക്ലീൻ ചെയ്യണമെന്നുമാണ് BJP കുന്നംകുളം മണ്ഡലം ട്രഷററും അഗതിയൂർ നോർത്ത് വാർഡിലെ NDA സ്ഥാനാർത്ഥി കൂടിയായ വിഗി ഷപ്പു അധികാരികളോട് ആവശ്യപ്പെടുന്നത്. പാര വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീപടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ദേശമംഗലം പഞ്ചായത്ത് 11-ാം വാർഡിൽ മേലെ തലശ്ശേരി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന അത്താണിക്കൽ വീട്ടിൽ മുസ്തഫയുടെ മകൻ 22 വയസ്സുള്ള മുഹമ്മദ് ഫാരിസാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെ മുഹമ്മദ് ഫാരിസ് ജോലി ചെയ്യുന്ന ചിറ്റണ്ടയിലെ ബൈക്ക് വർക്ക്ഷോപ്പിൽ വെച്ചാണ് അപകടമുണ്ടായത്. കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ ബൈക്കിൽ നിന്ന് തീ പരിസരത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്ക് പടരുകയും പെട്ടെന്ന് ഒരു തീഗോളമായി മാറി മുഹമ്മദ് ഫാരിസിനെ പൊതിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ മുഹമ്മദ് ഫാരിസ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ മരിക്കുകയായിരുന്നു. ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്തുകാവ് മുഴുവൻ വിളക്ക് പ്രസാദൂട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. 29ാമത് മുഴുവൻ വിളക്കിന്റെ ഭാഗമായി ശനിയാഴ്ച ഉച്ചയ്ക്ക് പ്രസാദൂട്ടിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ രഞ്ജിത്ത് സ്വാമി അകമലയുടെ നേതൃത്വത്തിൽ അന്നദാന പന്തലിൽ അയ്യപ്പസ്വാമിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയ പ്രത്യേക പൂജകൾക്ക് ശേഷം 11 മണിക്കാണ് അന്നദാനം ആരംഭിച്ചത്. 3 ജില്ലകളിൽ നിന്നായി ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അന്നദാനത്തിനെത്തി. 5 മണിക്കൂർ സമയമെടുത്താണ് ഉച്ചയ്ക്കുള്ള അന്നദാനം പൂർത്തിയാക്കിയത്. പാചക വിദഗ്ധൻ കവുക്കോട് കുന്നത്തെ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. ശനിയാഴ്ച പകലും രാത്രിയും ചേർന്ന് 10,000-ത്തിലധികം ഭക്തർക്കായി പുളിയിഞ്ചി, ഉപ്പേരി, അച്ചാർ, അവിൽ, എരിശ്ശേരി, രസം, സാമ്പാർ, പപ്പടം, പായസം തുടങ്ങിയ വിഭവങ്ങളാണ് തയ്യാറാക്കിയത്. വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് കുട്ടൻ ആലിക്കര, സെക്രട്ടറി KK ഭാസ്കരൻ, ട്രഷറർ അമൃത ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 25-അംഗ കമ്മിറ്റി നേതൃത്വം നൽകി. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രദൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. തൃശൂർ നന്ദിക്കരയിൽ ടോറസ് ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാതയിൽ 1 മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തെ തുടർന്ന് നെല്ലായി കടന്നും വാഹനങ്ങളുടെ നിര നീണ്ടു. നന്ദിക്കര സ്കൂൾ സ്റ്റോപ്പിൽ ശനിയാഴ്ച രാവിലെ 9 മണിക്കായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് യു ടേൺ തിരിയുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന ടോറസ് ഇടിക്കുകയായിരുന്നു.
അപകടത്തിൽ റോഡിന് കുറുകെ കിടന്ന ടോറസുകൾ ക്രെയിൻ എത്തിച്ചു മാറ്റിയാണ് ദേശീയപാതയിലെ ഗതാഗത തടസ്സം തീർത്തത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഓൾ കേരള ഡ്രോയിംഗ് കോമ്പറ്റീഷൻ മെട്രോ കളർ ഫെസ്റ്റ് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ വെച്ച് നടന്നു. പ്രശസ്ത കലാകാരൻ ഡാവിഞ്ചി സുരേഷ് മത്സരം ഉദ്ഘാടനം ചെയ്തു. മെട്രോ ലിങ്ക്സ് പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. LF കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെന്നി തെരേസ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ ഗോൾഡൻ ഡയമണ്ട്സ് MD വിലാസ് പാട്ടീൽ എന്നിവർ മുഖ്യാതിഥികളായി. മെട്രോ ലിങ്ക്സ് സെക്രട്ടറി ഗിരീഷ് ഗീവർ, ചീഫ് കോർഡിനേറ്റർ ബാബു വർഗീസ്, വൈസ് പ്രസിഡന്റ് MR സൂര്യൻ, PRO വാസുദേവൻ TD എന്നിവർ സംസാരിച്ചു. LKG മുതൽ ഡിഗ്രി വരെ 7 കാറ്റഗറിയിലായാണ് മത്സരങ്ങൾ നടന്നത്. സ്പെഷ്യൽ സ്കൂൾ സ്റ്റുഡൻസിനും മത്സരിക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. കാലത്ത് 9 മണിക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കുകയും 10 മണി മുതൽ മത്സരം ആരംഭിക്കുകയും ചെയ്തു. നിരവധി വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന സ്കൂളിന് അഗ്രിഗേറ്റ് ട്രോഫിയും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന സ്കൂളുകൾക്ക് മാക്സിമം പാർട്ടിസിപ്പേഷൻ ട്രോഫികളും വിജയികൾക്കുള്ള സമ്മാനങ്ങളും ജനുവരിയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിഡ്സ് സ്പോർട്സ് മീറ്റ് ജൂനിയർ അത്ലൻ സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണുജിത്ത് A ചന്ദ്രൻ സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. UKG വിദ്യാർത്ഥികളുടെ മാർച്ചിംഗ് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം വിഷ്ണുജിത്ത് പതാക ഉയർത്തി. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ഹൗസ് ക്യാപ്റ്റന്മാരിൽ നിന്നും വിവിധ ഹൗസുകളുടെ പതാകകൾ സ്വീകരിച്ചു. UKG വിദ്യാർത്ഥിയായ ദിയ R നായർ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ ചിയർ ഡാൻസ്, മാസ് ഡ്രിൽ, സൂംബ എക്സസൈസ് എന്നിവയും അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി വിവിധ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. അധ്യാപകരായ VP രമാദേവി, KV സരിത എന്നിവർ നേതൃത്വം നൽകി. KNR ഫുഡ്സിന്റെ പുതിയ സ്ഥാപനമായ സ്നേക്കിസ്റ്റ് 2025 നവംബർ 16 തീയതി ഞായറാഴ്ച 3 മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനം മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ തൃക്കരങ്ങളാൽ സ്ഥാപനത്തിന്റെ കൂദാശയും ഉദ്ഘാടനവും നിർവഹിച്ചു. ചടങ്ങിൽ വൈദികർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സ്റ്റാഫുകൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ കൊച്ചുമോൻ നന്ദി അറിയിച്ചു. എല്ലാവിധ സ്നാക്സുകളും ക്വാളിറ്റിയോടുകൂടി തയ്യാറാക്കുന്ന പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് യൂണിറ്റാണ് പഴഞ്ഞി ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ സ്നാക്സുകൾ മൊത്തമായും ചില്ലറയായും നൽകപ്പെടുന്നു. സഹോദര സ്ഥാപനം നോബിൻ ട്രേഡേഴ്സ്, എറണാകുളം. കുന്നംകുളം മേഖലയിലെ പൂരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വെസ്റ്റ് മങ്ങാട് കൊട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാഘോഷം ഞായറാഴ്ച നടക്കും. രാവിലെ ക്ഷേത്രത്തിൽ ക്ഷേത്രം മേൽശാന്തി അബിൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ തിടമ്പേറ്റും. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം അകമ്പടിയാകും. പ്രാദേശിക പൂരങ്ങൾ വൈകിട്ട് 5 മുതൽ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി കൂട്ടിയെഴുന്നള്ളിപ്പിന് അണിനിരക്കും. 12 ആഘോഷ കമ്മിറ്റികളിൽ നിന്നായി
കേരളത്തിലെ പേരുകേട്ട ചിറക്കൽ കാളിദാസൻ, തിരുമ്പഴി ചന്ദ്രശേഖരൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, കുന്നത്തൂർ രാമു, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തുടങ്ങി 15 ഗജവീരന്മാർ 7 മണിക്ക് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ഉണ്ണി നായരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളവും ഉണ്ടായിരിക്കും. തുടർന്ന് 8-ന് തീർത്ഥം ആഘോഷ കമ്മിറ്റിയുടെ തെയ്യക്കാഴ്ചയും ഉണ്ടായിരിക്കും. 9-ന് നടപ്പുര മേളം അരങ്ങേറും. രാത്രിപൂരം ആവർത്തനത്തോടെ ഈ വർഷത്തെ പൂരാഘോഷത്തിന് സമാപനമാകും. ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് KU രവി, സെക്രട്ടറി VV മുരളി, ട്രഷറർ VR രാജേന്ദ്രൻ തുടങ്ങിയ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകും. സ്ഥാപനങ്ങളിലേക്കുള്ള എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കുന്നംകുളത്ത് LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിനു വേണ്ടി LDF കുന്നംകുളം നഗരസഭ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ റോയൽ ആശുപത്രിക്ക് സമീപമാണ് ഓഫീസ് തുറന്നിട്ടുള്ളത്. AC മൊയ്തീൻ MLA തിരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, നേതാക്കളായ സീത രവീന്ദ്രൻ, M ബാലാജി, MN സത്യൻ, EN ദിനമണി, സ്ഥാനാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ 9th പഠിക്കുന്ന സ്റ്റുഡൻസിനായി സയൻസ് ഷെയിൽ നെക്സ്റ്റ് ഇയർ 10th ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്സ് ബേസിക് ടെസ്റ്റുകൾ നടത്തി അവരുടെ ഇഷ്യൂസ് പറഞ്ഞു കൊടുക്കും. കൂടാതെ ഫിസിക്സിലെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും ചെയ്തു കൊടുക്കും. അതിനോടൊപ്പം തന്നെ ജാനുവരിയിൽ സയൻസിന്റെയും മാത്സിന്റെയും 5ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നു. താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം.